ദരിദ്രനായ മനുഷ്യൻ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ്. അവൻ ആ കർത്താവിൻ്റെ അരികിലേക്ക് തൻ്റെ ആ അസുഖം ഒന്ന് മാറ്റിത്തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എത്തിയത്. അപ്പോൾ അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്നാണ് പറയുക. ജനക്കൂട്ടം ചെയ്യുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ജനം എന്ത് ചെയ്യുന്നു? ജനം പള്ളിയിൽ പോകുന്നുണ്ടോ? പള്ളിയിൽ പോകും. മറ്റുള്ള കൂടെയുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കും. അങ്ങനെ ജനക്കൂട്ടത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓടുന്നവരാണ് നമ്മൾ. ജനക്കൂട്ടം പറയുകയാണ്, എന്തിനാ പള്ളിയിൽ പോകണേ? ആരെങ്കിലും ഒരു വിശ്വാസത്തെക്കുറിച്ച് കളിയാക്കി പറഞ്ഞു കഴിയുമ്പോഴേക്കും അത് വേണ്ട എന്ന് വെക്കുന്നതാണ്. എന്നാൽ യേശു ചെയ്തത് എന്താണ്? ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. ആ യേശു ആഗ്രഹിച്ച ആ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ജനക്കൂട്ടം ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ളവർ ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടിയല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്നെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ജനക്കൂട്ടത്തിൻ്റെ ശബ്ദത്തിനനുസരിച്ച്, ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുകയാണെങ്കിൽ കർത്താവ് എന്നെ സ്പർശിക്കുകയില്ല കേട്ടോ. കർത്താവ് സ്പർശിക്കണമെങ്കിൽ അവിടെ നിന്നൊരു വിടുതൽ ലഭിക്കണം. എൻ്റെ കൂടെയുള്ളവർ എന്ത് ചെയ്യുന്നു? എൻ്റെ കൂടെയുള്ളവർ ഇപ്പോൾ കൈകൂപ്പി പിടിച്ചിട്ടുണ്ടോ? എൻ്റെ കൂടെയുള്ളവർ പള്ളിയിൽ പോകുന്നുണ്ടോ? എൻ്റെ കൂടെയുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത്? അങ്ങനെയല്ല, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ആ ദൈവത്തിന് വേണ്ടി എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.